Given that sin theta is equal to a by b, then cos theta is equal to. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനൊന്ന് കാണിച്ചു തരാം. രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് എടുക്കാം. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും, ദറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണെന്ന് തന്നിട്ടുണ്ട്. സോ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇത് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്താ ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യാ, സി. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുക നമ്മള്? അതിന്റെ മെത്തേഡിൽ ഇത് സൈൻ തീറ്റ, നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീറ്റ എടുക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എ ബൈ ബി. അപ്പൊ ഇത് അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? ബി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടുന്ന ഒരു മെത്തേഡ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് നിങ്ങൾ എടുത്ത് സോൾവ് ചെയ്താൽ മതി. സി ആണ് ആൻസർ. താങ്ക് യു.